Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലോ പാൽപ്പൊടിയോ കണ്ടൻസ് മിൽക്കോ അങ്ങനെയുള്ള ഒരു പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വളരെയധികം ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി പേട തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ പേട എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വായിലിട്ടാൽ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന ഒരു പാൽപേട തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ പേട എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. നിലക്കടല എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പലണ്ടിയാണ്. 250 ml കപ്പിന്റെ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏത് കപ്പിന്റെ അളവിനാണോ അളന്നെടുക്കുന്നത് എന്ന് വെച്ചാൽ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിന്റെ അളവിനെടുത്താലും മതി. അപ്പൊ ആ അളവിൽ വേണം ബാക്കി എല്ലാം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടിയാണ്, അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 4 മിനിറ്റ് ഒക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് റോസ്റ്റായി പോയാൽ ഇതിൽ നിന്നും ഒരു എണ്ണമയം നമ്മുടെ ഈ കപ്പലണ്ടിയിൽ നിന്നും വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ നേരത്ത് പൊടിഞ്ഞു കിട്ടില്ല. ഇതൊന്നും എനിക്കിപ്പോ തണുത്തത് കൊണ്ടാണ്, ചെറുതായിട്ട് ഒന്ന് കപ്പലണ്ടി തണുത്തത് കൊണ്ട് പൊടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് ആയിട്ടുണ്ട്. കൂടുതൽ അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ബ്രൗൺ കളർ ആയാൽ നമ്മുടെ ഈ കപ്പലണ്ടിയിൽ നിന്ന് നമുക്ക് എണ്ണമയം വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ കപ്പലണ്ടി ഈർപ്പൊന്നുമില്ലാത്ത ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കപ്പലണ്ടി നന്നായിട്ട് തണുത്തിട്ട് വരണം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊന്നും മാറാൻ പാടില്ല, ബ്രൗൺ നിറമൊന്നും ആകാൻ പാടില്ല, വൈറ്റ് കളറിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് നമുക്ക് ഇതിന്റെ ഈർപ്പം നമുക്ക് മാറി കിട്ടണം. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കാൻ പാടില്ല, എന്നാൽ ഈ തേങ്ങയുടെ നിറമൊക്കെ മങ്ങി വേറൊരു കളറിലായിപ്പോവും. നമുക്ക് നല്ല വെള്ള കളറിൽ തന്നെ വേണം ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഉടൻ തന്നെ വേറൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈർപ്പൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തണുത്തിട്ട് വരണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളയാം. ഇതുപോലെ നമുക്ക് ആക്കി നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ കപ്പലണ്ടി ഇതാ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ കപ്പലണ്ടി വാങ്ങാൻ കണ്ടു പാക്കറ്റില്, ഒരുപാട് വിലയൊന്നും ആവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. അതാകുമ്പോൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയിൽ പൊടിക്കുന്ന ഒരു ചെറിയ ജാർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ കപ്പലണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൾസ് മോഡിൽ ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഒരേ സ്പീഡിലിട്ട് ഒരിക്കലും പൊടിച്ചെടുക്കരുത്. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് എണ്ണമയം വരും. അത് പിന്നെ പീനട്ട് ബട്ടർ ആയി പോവും. പൾസ് മോഡിലിട്ട് വേണം നിർത്തി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തുറക്കാം. നമുക്ക് ചെറിയ ചെറിയ തരികളോട് കൂടിയാണ് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരേ സ്പീഡിലിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല, എന്നാൽ അത് പീനട്ട് ബട്ടർ ആയി പോവും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ ചെറിയ ഹോളുള്ള അരിപ്പിലോട്ടാണ് ഞാൻ അരിക്കാൻ പോകുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ പലഹാരം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുള്ളൂ. വറുത്തെടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാടിട്ട് വറുത്തെടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ പൊടിഞ്ഞു കിട്ടില്ല. പൊടിച്ചെടുക്കുമ്പോൾ ഒരു എണ്ണമയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് വറുത്ത് കൊടുക്കാൻ പാടില്ല. പച്ച കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ കപ്പലണ്ടി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പൊ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ പൾസ് മോഡിലിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ പൊടിച്ച ജാറിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരേ സ്പീഡിലിട്ട് പൊടിക്കാൻ പാടില്ല. പൾസ് മോഡിലിട്ട് നിർത്തി വേണം ഇതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ അങ്ങ് ഒരേ സ്പീഡിലായി പോയാൽ ഇതിൽ നിന്നും എണ്ണമയം വരും. അപ്പൊ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ കപ്പലണ്ടി പൊടിച്ചതിൽ കൂടെ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിച്ച് മാറ്റി വെച്ച കപ്പലണ്ടി പൊടി ഉണ്ടല്ലോ, അതിലോട്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക്. അപ്പൊ നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ പൊടിക്കുന്ന മിക്സിയുടെ ജാർ എടുക്കുക. ഈർപ്പം ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു 4 പ്രാവശ്യം പൾസ് മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നല്ലോണം ഇതാ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഡ്രൈ ആയിട്ടുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഫ്ലെയിം ഒന്ന് ചൂടാതിന് ശേഷം 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് നമുക്ക് ഉരുകി കിട്ടണം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇതുപോലെ 3/4 കപ്പ് ശർക്കര എടുത്ത് അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഒട്ടുന്ന പരുവം ആയാൽ മതി. ഒരു നൂൽ പാവാൻ വേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഈ പലഹാരം കട്ടിയായി പോകും. നല്ല സോഫ്റ്റ്നെസ് കിട്ടില്ല. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര വെച്ചിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ശർക്കര വെച്ചിട്ടുള്ള ഇതിന്റെ റെസിപ്പി കാണിച്ചു തരുന്നതായിരിക്കും. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. എന്നാൽ ഈ വെള്ളമൊക്കെ പെട്ടെന്ന് നമുക്ക് വറ്റിപ്പോവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ പഞ്ചസാര ഒന്ന് ഉരുകി വരട്ടെ. അപ്പൊ നമ്മുടെ പഞ്ചസാര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഒരു ഒട്ടുന്ന പരുവം ആയി വരണം നമുക്ക്. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവാവണം. പക്ഷെ ഒരു നൂൽ പാവ് ആവാനും പാടില്ല. എന്നാൽ നമ്മുടെ ഈ പലഹാരം കട്ടിയായി പോകും. കപ്പലണ്ടി മിഠായൊക്കെ പോലെ നമ്മൾ മുറിച്ചെടുക്കില്ലേ, അതുപോലെ ആയി പോവും. നമ്മുടെ ഈ പലഹാരം എന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒട്ടും, കയ്യിലിങ്ങനെ ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച കപ്പലണ്ടി കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാൻ പാടില്ല. ആദ്യം നമ്മൾ പകുതി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് നമുക്ക് ഒന്ന് വിട്ട് വരണം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഫ്ലെയിം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാൻ പാടില്ല. എന്നാൽ ഇതിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയത്തിലിട്ട് വേണം നമുക്ക് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കൈവിടാതെ വേണം നമുക്ക് ഇളക്കി കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഉള്ളത് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കരിഞ്ഞു പോവും. ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, കുറച്ചൊന്നൊരു പിഞ്ചിട്ട് കൊടുത്താൽ മതി. 1-2 പിഞ്ചിട്ട് കൊടുത്താൽ മതി. ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കളർ ചേർത്ത് കൊടുത്തത്. അപ്പം നിങ്ങൾ കഴിക്കാൻ നേരത്ത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ പലഹാരം തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നെയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ ഈ കപ്പലണ്ടിയിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വരുന്നതുകൊണ്ട് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അഥവാ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ കപ്പലണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് എണ്ണ ഇറങ്ങി വരും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ നെയ്യിന്റെ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. നമുക്ക് പാനിൽ നിന്ന് വരണം. ആ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂണിൽ കുറച്ചൊന്ന് എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. അപ്പൊ കുറച്ച് ഞാനൊന്ന് സ്പൂണിൽ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതിന്റെ പാകം ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം.
നമ്മൾ സ്പൂണിലെടുത്ത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഉരുണ്ട് പോള് പോലെ നമുക്ക് ആയി കിട്ടും. ഇതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നമുക്ക് വറ്റി അങ്ങ് ബോൾ പോലെ ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടണം നമുക്ക് കണ്ടോ. ഇതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. ഞാൻ സ്പൂണിലെടുത്ത് കാണിച്ചു തന്നല്ലോ, ഉരുട്ടി കാണിച്ചു തന്നല്ലോ ഇതിന്റെ പരുവൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിന് നമുക്ക് കുറച്ച് ഒന്ന് തണുത്ത് വരണം. ഒരുപാട് അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിൽ പിടിക്കാവുന്ന ചൂടാവണം. അപ്പൊ നമുക്ക് ഒന്ന് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. അപ്പൊ 1 മിനിറ്റ് ഒക്കെ ആയപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുത്ത് പോയാൽ ഇത് കട്ടിയായി പോവും. നല്ലോണം നമുക്ക് ഇത് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കൈ പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട്. കൈ വെച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പൊ കയ്യിലൊന്ന് നെയ്യ് ഇതുപോലെ തടവിയതിനു ശേഷം ഒന്ന് നന്നായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാം. അഥവാ നിങ്ങൾക്ക് ഈ മിക്സ് കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഉണ്ടല്ലോ, തിളച്ച വെള്ളം ഒരു 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒരുമിച്ച് അങ്ങ് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ അല്ലാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പാനിൽ ഒരുപാട് നേരം ഇങ്ങനെ കപ്പലണ്ടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്നാൽ നമുക്കത് കട്ടിയായി പോകും. പിന്നെ അത് നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇത് അങ്ങനെയല്ല ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയ രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. അപ്പൊ നല്ലോണം നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ നല്ലോണം നമുക്ക് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുക്കൊരു നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് സൈഡൊക്കെ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കറിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ഇനി നമുക്ക് ഇതുപോലെ ഒരു പിസ്ത നമുക്ക് വെച്ച് കൊടുക്കാം. കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ പലഹാരങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്